ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോറിങ്ങിൻ്റെ പ്രൊസീജിയറാണ്. ഒരു ജനറൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ഫ്ലോറിങ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ പറയുന്നത് സർഫസ് പ്രിപ്പറേഷനാണ്. എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യുക, ഡിബ്രസോ അങ്ങനെ എന്തെങ്കിലും ലൂസ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, ലെവൽ ചെയ്യുക, കോമ്പാക്ട് ചെയ്യുക. അതേപോലെ ഡാം പ്രൂഫ് മെമ്പറൈൻ കൊടുക്കുക, DPM അത് റിക്വേർഡ് ആണെങ്കിൽ മാത്രം. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സ്ക്രീനിങ് ആണ്, അല്ലെങ്കിൽ ബേസ് ലെയർ സ്ക്രീനിങ് പ്രൊവൈഡ് ചെയ്യും. സിമെൻറ്റ് സാൻഡ് സ്ക്രീനിങ് ആണ്. 1:3 or 1:4 റേഷ്യോയിലാണ് നമ്മൾ സ്ക്രീഡിങ് കൊടുക്കുക. സ്മൂത്ത് ആക്കും, ലെവൽ ബേസ് ആണ്. അത് തിക്നെസ് ആണെങ്കിൽ 25 mm to 50 mm വരെയായിരിക്കും തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ക്യൂറിങ് ചെയ്യും 7 to 14 days. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ആൻഡ് തിക്നെസ്സിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെന്താ ചെയ്യുക, ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തിക്നെസ് അറിയാലോ 25 mm to 50 mm ആണ്. ദെൻ ലേഔട്ട് പ്ലാനിങ് ആണ്. അതേപോലെ മാർക്കിങ്, അതെന്ന് വെച്ചാൽ പ്ലാൻ ദ ടൈൽ ലേഔട്ട് ടു മിനിമൈസ് കട്ട് ആൻഡ് വേസ്റ്റ്. എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക, മിനിമൈസ് ചെയ്തിട്ട് മാക്സിമം വേസ്റ്റേജ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈലിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യുക. അത് ഒന്നുകിൽ ചാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ലേസർ ലെവൽ വെച്ചിട്ടോ ഒക്കെയാണ് നമ്മളത് ചെയ്യുക. സെൻറ്റർ കൊടുക്കും. അതേപോലെ സ്റ്റാർട്ട് എവിടെയാണ്, അതേപോലെ എൻഡ് എവിടെയാണ് റൂമിൻ്റെ, അങ്ങനെയുള്ള എല്ലാ കാൽക്കുലേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമം വേസ്റ്റേജിൽ കട്ട് വേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ പണി നടക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വേസ്റ്റേജ് വരും. ടൈലായിക്കോട്ടെ അല്ലെങ്കിൽ മാർബിൾ ആയിക്കോട്ടെ, എത്ര വേസ്റ്റേജ് വരും നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള വേസ്റ്റേജിൻ്റെ കട്ട് വേസ്റ്റിൻ്റെ കട്ടായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഫ്ലോറിങ് കട്ടിന് ഇപ്പോൾ ടൈലോ അല്ലെങ്കിൽ മാർബിളോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്യുന്ന അളവ് കുറച്ചിട്ട് മിനിമം വേസ്റ്റേജിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഔട്ട് പ്ലാനിങ് നമ്മൾ തയ്യാറാക്കും. അഥവാ മാർക്കിങ് ചെയ്തു. അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ടൈലിൻ്റെ വേസ്റ്റേജ് കുറക്കാം. അതിന് എത്രയാണോ ഇതാക്കേണ്ടത്, ലേഔട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതും അതേപോലെ എൻഡ് ചെയ്യേണ്ടതൊക്കെ ചാക്ക് വെച്ചിട്ട് അലൈൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. മാക്സിമം വേസ്റ്റേജ് നമുക്ക് കുറക്കാൻ പറ്റും. വേസ്റ്റേജ് ടൈലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടൈൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫ്ലോറിങ് മെറ്റീരിയൽ ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ബെനിഫിറ്റ് മാത്രമാണ് കിട്ടുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ പറയുന്നത് അദസീവ് ഓർ മോട്ടാർ ആപ്ലിക്കേഷൻ. അദസീവ് പറഞ്ഞാൽ ടൈൽ അദസീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിമെൻറ്റ് മോട്ടാർ. അത് നമ്മൾ ഫുള്ള് സ്പ്രെഡ് ആക്കിയിട്ട് ടവലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതാക്കും. ഇതേപോലെ ഫിഗറിൽ അത് പറഞ്ഞാൽ സ്റ്റോൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫ്ലോർസ്, അതിനൊക്കെ നമ്മളെന്ത് ചെയ്യും, ഇതേപോലെ സ്റ്റോൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫ്ലോർസ് ബോണ്ടിങ് ഏജൻ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ബോണ്ടിങ് ഏജൻറ്റ് ടൈലൊക്കെയാണോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സർഫസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു അദസീവ് അല്ലെങ്കിൽ സിമൻറ്റ് മോട്ടാർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ഇത് ടൈല് ഫിക്സ് ചെയ്യുക. നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് പറയണത് ഒരു അദസീവ് പ്രോപ്പർട്ടിയാണ്. അതങ്ങനെ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഫിഗറിൽ കാണുന്നില്ല. അതേപോലെ പിന്നെ എന്താ വെച്ചാൽ ലേയിങ് ദ ഫ്ലോറിങ് മെറ്റീരിയൽ. നമ്മൾ ഫ്ലോറിങ് മെറ്റീരിയലിനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. ഇതേപോലെ ഫിഗറിൽ കാണുന്ന പോലെ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. ഒരു യൂണിഫോം ജോയിൻസ് ഉണ്ടാവും, ഒരു ടൈൽ സ്പേസ്. അത് പറഞ്ഞാൽ ഒരു ടാപ്പ് ജെൻ്റലി വിത്ത് എ റബ്ബർ മാലറ്റ് ടു എൻഷുർ അദസീവ് ആൻഡ് ലെവൽ. ഫിഗറിൽ കാണിക്കുന്നത് കണ്ടില്ലേ, ജോയിൻ്റ് എടുത്ത് പറയുന്നത് 2 to 5 mm ആയിരിക്കും, അല്ലെങ്കിൽ 8 to 10 അങ്ങനെ ആയിരിക്കും. പിന്നെ ഗ്രൗട്ടിങ് പറയണത് ആ ജോയിൻസ് ഉണ്ടാവും, ഒരു ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണല്ലോ, യൂണിഫോം ആയിട്ടൊരു ജോയിൻസ്. അവിടെ 24 hours ഓർ ഫിക്സിങ്. ഫിൽ ദ ജോയിൻറ്റ് വിത്ത് ഗ്രൗണ്ട് മെറ്റീരിയൽ ഉണ്ടാവും. ഗ്രൗണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അത് ഫില്ല് ചെയ്യും. പിന്നെ പറയുന്നത് ഫിനിഷിങ് ആൻഡ് ക്യൂറിങ് ആണ്. ഫിനിഷ് ചെയ്യും, എല്ലാം ക്ലീൻ ആക്കും, സർഫസ് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കും, പിന്നെ ക്യൂർ ചെയ്യും. അത് അറ്റ്ലീസ്റ്റ് ഒരു 7 days നമ്മൾ ക്യൂറിങ് ചെയ്യും. ഫോർ ടൈൽ ക്യൂറിങ് നോട്ട് ആൾവേസ് റിക്വേർഡ് ഇഫ് ഡ്രൈ സെറ്റ് അദസീവ്സ് യൂസ്ഡ്. എന്നുവെച്ചാൽ ടൈലിന് നമ്മൾ പൊതുവേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ടൈലിന് അധികം ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യാറില്ല. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫൈനൽ സ്റ്റേജായിട്ട് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജാണ്. എല്ലാം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുണ്ടാകുന്ന വേസ്റ്റ് പാർട്ടിക്കിളും എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കും. ദെൻ ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷനാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഫ്ലോറിങ് എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പം ഇനി അടുത്ത് പറയുന്നത് ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷൻസാണ്.
അതിൻ്റെ ഒരുപാട് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ വാളിൻ്റെ കാൽക്കുലേഷൻസ് പറഞ്ഞില്ലേ, അതിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് തന്നെ ഉള്ളൂ. ഫ്ലോറിങ് മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷനും ഫ്ലോർ മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷൻസാണ്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. എങ്ങനെയെന്നറിയോ? ഫ്ലോർ മെറ്റീരിയൽസിന് മെയിനായിട്ട് വരുന്ന എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് നമ്മൾ നോക്കിയാലോ. ആ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം അതും നമുക്ക് നോക്കണ്ടേ. ആ ക്വാണ്ടിറ്റിയിൽ ആ ഒരു പർട്ടിക്കുലർ വർക്കിന് എത്രത്തോളം മെറ്റീരിയൽ വേണം എന്നാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ടൈൽ ക്വാണ്ടിറ്റിയാണ്. നമ്പർ ഓഫ് ടൈൽസ് എങ്ങനെയായിരിക്കും? ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ ടൈൽ ഏരിയ പ്ലസ് 5 to 10% ഒരു വേസ്റ്റേജ് വരും. അപ്പോൾ ഫ്ലോർ ഏരിയ അറിയുന്നത് റൂം സൈസ് ഉണ്ടാവും. 5 to 4 ആണ് റൂം ഏരിയ. ടൈലിൻ്റെ സൈസ് പറയുന്നത് 600 mm by 600 ആണ്. അതെന്തായിരിക്കും? 0.6 ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? റൂമിൻ്റെ സൈസ് ഡിവൈഡഡ് ബൈ ടൈലിൻ്റെ സൈസ് കിട്ടിയാൽ നമുക്കറിയാം എത്രത്തോളം ടൈൽസ് അവിടെ വേണ്ടി വരുന്നത്. സിമ്പിളല്ലേ? പിന്നെ സിമെൻറ്റ് സാൻഡ് ഫോർ മോട്ടാർ ബെഡ് 1:4 റേഷ്യോയിലാണ് നമ്മൾ ചെയ്യുന്നത്. വോളിയം ഓഫ് മോട്ടാർ ഏരിയ ബൈ തിക്നെസ് ആണ്. ഡ്രൈ വോളിയം പറയുന്നത് വെറ്റ് വോളിയം മൾട്ടിപ്പിൾ ബൈ 1.33 ആണ്. ആ ഒരു വെച്ചിട്ട് അതും ചെയ്യാം. ടൈൽ അഡസീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 4 to 6 kg/m², ഡിപ്പെൻഡിങ് ഓൺ ദ ടൈൽ സൈസ് ആൻഡ് സബ്സ്ട്രാക്ട്. ദെൻ ഒരു ഏരിയ നമുക്കറിയാം 20 m², ആണ്. അഡസീവ് പറയുന്നത് 5 kg/m², ആണ്. ടോട്ടൽ എത്ര വേണം എന്നുള്ളത് നമുക്ക് കിട്ടും. ദെൻ 0.2 to 0.3 kg/m² ഫോർ സ്റ്റാൻഡേർഡ് ടൈൽ ജോയിൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന് ഏരിയ അറിയാം. ഗ്രൗട്ടിങ് അതേപോലെ 20/0.25 വെച്ചാൽ നമുക്ക് എത്ര ഗ്രൗട്ടിങ് വേണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എന്താ പറയുക, കാൽക്കുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കത് കിട്ടും.